ഹലോ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്തിയേ? അങ്ങനെ ഇന്ന് വൈകുന്നേരമായി ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ഞാൻ ചീനിയില്ലേ കാണിച്ചത്? ഇന്ന് ചീനിയൊന്നും ഇല്ല കേട്ടോ, ഇന്ന് വേറൊരു സാധനം. ഇന്ന് ഞങ്ങൾക്ക് 2 വിരുന്നുകാരുണ്ട്. സത്യം, ആ 2 വിരുന്നുകാർ പറഞ്ഞ് അവർക്ക് പുഴുക്ക് തിന്നണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇന്ന് അവർക്ക് പുഴുക്കുണ്ടാക്കിയത്. അപ്പം എനിക്ക് വീഡിയോ ആയി, പുഴുക്കുമായി. കണ്ടോ കണ്ടോ കണ്ടോ? ഇതേ ഈ ചുമന്നിരിക്കുന്ന എന്തുവെന്നറിയാമോ? നിങ്ങൾ വെള്ള കപ്പക്കിഴങ്ങല്ല കണ്ടിട്ടുള്ളത്. ഞാൻ പറയുവാന്നേ, ഇത് കപ്പക്കിഴങ്ങ കേട്ടാ. കണ്ടോ? ഇതിനകത്ത് ഇല്ലാത്ത സാധനം ചുരുക്കുക. ഇല്ല, അണ്ണൻ വന്ന് എന്നെ ഇന്ന് കൊല്ലും. സംഭവം എന്തുവെന്നറിയാമോ? അണ്ണ ഇന്നലെ 2 ചേന കൊണ്ടുവന്ന്, ഓണത്തിനാന്ന് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. ചേന കണ്ട ആരെങ്കിലും വീട്ടിൽ വെച്ചോണ്ടിരിക്കുമോ? ഇല്ല. ഇവൻ്റെ മേലും കൂടുതലായി പോയാ ഞാൻ കഴിക്കാം. എൻ്റെ മോള് വന്നത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് ചീനി ഇട്ട് അത്രയും തോരയാണെന്ന് ഒന്നും പറയരുത്, എൻ്റെ അണ്ണൻ വരുന്നു. അപ്പോഴന്നെ എൻ്റെ അണ്ണൻ വന്നു. പിന്നെ അങ്ങനെ ഇന്നലെ ചേന കൊണ്ടുവന്നില്ല. അതിൽ ഒരു ചേന ഞാനെടുത്ത്. ചേന വേണ്ട, ചേമ്പ്, ചീനി. ഇന്നലെ കൊടുക്ക ചന്തയിൽ പോയി മോള് ചീനി കണ്ട് മേടിച്ചിട്ട് വന്ന് അതിരിപ്പുണ്ടായിരുന്നു 2. അത് വേണ്ട, ഇത് അണ്ണൻ 2 കാ കൊണ്ടുവന്നു കേട്ടോ. ഏത്തക്കയല്ല, അല്ലാതെ അതും പൊളിച്ചിട്ട് എല്ലാം കൂടെ ആക്കി ഇരിക്കട്ട്. കണ്ടോ? അപ്പോൾ കിഴങ്ങ്, ചേന. എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ, പെരുമഴയും പിടിച്ച് ഇതൊക്കെ തിന്ന് കിടന്നുറങ്ങാം. സത്യം പറഞ്ഞ വയറു വെച്ചിരിക്കണ്ടല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ? എൻ്റെ കൊച്ചുങ്ങളെല്ലാം എന്ത് ചെയ്യേ? സത്യം ഞാൻ ഇത് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ എടുക്കുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണിച്ച് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചോദിക്കും തിന്നുന്നില്ലയോ എന്ന്. തിന്നെന്ന്, അതൊക്കെ സത്യമാണ്. പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിൽ പിള്ളേരണക്ക് ഞാൻ ചാടിപ്പോയി വീഡിയോ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാം എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ ആരും എന്നെ പള്ളൊന്നും പറയരുത് കേട്ടാ. എല്ലാം എൻ്റെ മക്കളല്ല, കുഞ്ഞു പിള്ളേർ. അതിൻ്റെ അടുത്തന്നെ. പിന്നെ അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ പറയാം. എനിക്ക് ഒത്തിരി കൂട്ടുകാരികളെ കിട്ടി, അറിയാമോ? ഈ പഴയ കൂട്ടുകാരികളൊക്കെ എവിടെ പോയാൽ ഉണ്ട് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഇന്ന് എന്നെ കാണാൻ 2 പേര് വന്നില്ലേ? അവർ പറഞ്ഞ് അവരെ കാണിക്കണ്ടെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഇന്ന് മീൻ മേടിച്ചില്ല കേട്ടാ. ഇന്ന് കണ്ടേ ചമ്മന്തി ഉണക്കമീനുമായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടത് പഴുത്ത മുളകെല്ലാം കൂടെ എടുത്ത് ഉടച്ച്. എന്താ പഴുത്ത മുളക്, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണന് മുളക് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞില്ല ചീനി അങ്ങനെ വേവിക്കരുത്. കുക്കറിനകത്ത് വെച്ച് ഞാൻ ഊതി വേവിച്ചതല്ല, അല്ലാതെ കുക്കറിന് അടപ്പൊന്നുമില്ല. അല്ലാതെ ഞാൻ അടപ്പ് വെച്ചാൽ ഗ്യാസിനകത്ത് വെച്ച് തന്നെ വേവിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വെന്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഇവിടെ കൊലപാതകം നടക്കും. എന്ന് വെച്ചാൽ അണ്ണന് നല്ലോണം ചോറായാലും ചീനിയായാലും നല്ലോണം വേവണം. ഒരു സാധനത്തിന് ഉപ്പ് ഇടാൻ പറ്റത്തില്ല നല്ലോണം. അതുകൊണ്ട് സത്യമാണ്, എന്തിനാ നമ്മൾ വഴക്കുണ്ടാക്കുന്നത്? പിന്നെ അതുകൊണ്ട് എല്ലാം ഞാൻ നല്ല രീതിയിൽ വേവിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. എങ്കിൽ ശരിയല്ല, നമുക്ക് നാളത്തെ വീഡിയോ കാണാം. എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ തിരക്കിയിട്ടുണ്ട് കേട്ടാ. ഓണം അടിച്ചു പൊളിക്കും. ശരിയെന്നാ വെക്കട്ടെ. ശരിയെന്നാ.